മാധ്യമപ്രവർത്തകർക്കുള്ള വിരുന്ന് കഴിഞ്ഞ് ഞങ്ങൾ റസൂലിന്റെ റൗളയെ ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. തിരുനബിയുടെ മുറ്റത്തെത്തി. മസ്ജിദുൻ നബവി വിശ്വാസികളുടെ ഇഷ്ടയിടം. ഇസ്ലാമിലെ ഏറ്റവും പവിത്രമായ രണ്ടാമത്തെ പള്ളി. ഹിജ്റയുടെ ആദ്യ വർഷമാണ് പള്ളിയുടെ നിർമ്മാണം. വെയിലും മഴയും തടയാൻ പള്ളിയുടെ മുറ്റത്തുള്ള ഈ ഓട്ടോമാറ്റിക് കുടകൾ പ്രസിദ്ധമാണ്. ഗ്രീൻ ഡോം പ്രവാചകന്റെ ഖബർ സ്ഥിതി ചെയ്യുന്ന ഭാഗത്തിന് മുകളിലുള്ള പ്രസിദ്ധമായ പച്ചക്കുബ്ബ. ഹൃദയത്തിൽ ഓളം വെട്ടുന്ന കാഴ്ച. മസ്ജിദുൻ നബവിയുടെ തെക്കുകിഴക്കൻ ഭാഗത്താണ് ഇത്. മസ്ജിദിനകത്തേക്ക് പ്രവേശിച്ചു. റൗളയെ ലക്ഷ്യമാക്കി നടന്നു. നടക്കുന്തോറും തിരക്ക് വർദ്ധിച്ചു. നബിയുടെ വീടിനും മിമ്പറിനും ഇടയിലുള്ള സ്ഥലം. സ്വർഗത്തിലെ പൂന്തോട്ടമാണ് ഇവിടമെന്നാണ് നബി വചനം. മറ്റിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പച്ച കാർപ്പറ്റാണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. ഏകദേശം 22 മീറ്റർ നീളവും 15 മീറ്റർ വീതിയും. അലങ്കാരങ്ങളും കൊത്തുപണികളാലും സമ്പന്നമാണ് പള്ളി. കൊട്ടാര സദൃശ്യമായ കൊത്തുപണികൾ. തിരുനബി അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇവിടെയാണ്. കൂടെ സുഹൃത്തുക്കളായ, അതായത് സ്വഹാബികളായ അബൂബക്കറും ഉമറും. പ്രവാചകൻ വഫാത്തായ അഥവാ മരണപ്പെട്ട മുറിയിലാണ് അദ്ദേഹത്തെ മറവ് ചെയ്തത്. ഒന്നിലധികം കവചങ്ങൾക്കകത്താണ് ഖബറുകൾ. ഏറെ സുരക്ഷയുള്ള സ്ഥലം. ഇവിടെ നിന്നിങ്ങനെ ഏറെ നേരം ദൃശ്യങ്ങൾ പകർത്താൻ മനസ്സനുവദിക്കുന്നില്ല. അനാദരവാകുമോ എന്ന ഭയം. ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങളാണ് കഴിഞ്ഞു പോകുന്നത്. അധികം തിരക്കാതെ പുറത്തേക്കിറങ്ങി. അറിയാതെ കണ്ണു നിറഞ്ഞിരുന്നു. കാർമേഘം മൂടിയ ആകാശം. മഴയുടെ കണ്ണീർ ഏറെ വൈകാതെ പൊടിഞ്ഞു വീണു.